41 വർഷമായിട്ട് ഇന്ത്യയിൽ പുതിയ ജില്ലകൾ രൂപീകരിക്കാത്ത ഏക സംസ്ഥാനത്തിൻ്റെ പേര് കേരളമാണ്. ഇവിടുന്ന് 50 കിലോമീറ്റർ പോയാൽ നമുക്ക് തമിഴ്നാടാണല്ലോ. ഈ 82-ന് ശേഷമുള്ള ഈ 10-43 വർഷക്കാലത്തിനിടക്ക് 24 ജില്ലയുണ്ടായി തമിഴ്നാട്ടിൽ. നമുക്കൊരു ജില്ലയില്ല. കർണാടകം 12 ജില്ലയുണ്ടായി പുതുതായിട്ട് ഈ 41 വർഷക്കാലത്തിനിടക്ക്. നമ്മുടെ അതേ ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനമാണ് ആസാം. 82-ൽ 10 ജില്ല ഉണ്ടായിരുന്നത്. ഇന്ന് നമ്മളിവിടെ നിൽക്കുമ്പോൾ 35 ജില്ലയാണ്. നാടാകെ ജില്ലകൾ വിഭജിക്കപ്പെടുകയാണ്. പക്ഷേ ഇവിടെ വിഭജിക്കൂല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 500 കോളേജിനടുത്താണ് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം. ഒരു യൂണിവേഴ്സിറ്റിയിൽ UGC നിബന്ധന പ്രകാരം 100 കോളേജ് അഫിലിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ. 500ഓളം 476 കോളേജ് അഫിലിയേറ്റ് ചെയ്ത യൂണിവേഴ്സിറ്റിയുടെ പേര് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ എന്നും സമര, കുട്ടികൾക്ക് സീറ്റില്ല. എന്താ സീറ്റില്ലാത്തത്? നമുക്ക് പുതിയ ബാച്ചുകളില്ല. തിരുവിതാംകൂർ സൈഡിലും കൊച്ചിൻ സൈഡിലും ആയിരക്കണക്കിന് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുമ്പോൾ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കാൻ ഇരുത്താൻ സീറ്റില്ല. ഒരു ക്ലാസ്സിൽ 65, 70, 80 കുട്ടികൾ പഠിക്കുമ്പോൾ തിരുവിതാംകൂറിൽ 15, 20 കുട്ടികളാണ് പഠിക്കുന്നത്. ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടോ മലബാറിന് ഈ കോഴിക്കോടല്ലാതെ? നിങ്ങളൊന്ന് ആലോചിക്ക്. എന്താ മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ ബോർഡ് മാറ്റി വെച്ചു എന്നല്ലാതെ അവിടുത്തെ സ്ഥിതി നമ്മൾ പറയണോ? നിങ്ങൾ അപ്പുറത്തേക്കൊന്ന് നോക്കൂ. 6 ഫുൾ ഫ്ലഡ്ജ്ഡ് മെഡിക്കൽ കോളേജാണ് 8 ജില്ലക്ക്. തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലും കോട്ടയത്തും എറണാകുളത്തും തൃശ്ശൂരും എല്ലായിടത്തും ഫുൾ ഫ്ലഡ്ജ്ഡ് മെഡിക്കൽ കോളേജ്. ഇവിടെ കുറേ കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജായി ഇത് മാറി ജില്ലാ ആശുപത്രി ഇവിടെ പ്രവർത്തിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് ഈ 6 ജില്ലകളെയും രോഗികളെ കൊണ്ടുപോകുന്നത്. എന്താ സ്ഥിതി? കിടക്കാൻ സ്ഥലമല്ല, ഇരിക്കാൻ സ്ഥലമല്ല. അങ്ങനെ വിഘടനവാദികളും വർഗീയവാദികളുമായി ഒരു ജനതയെ ഇങ്ങനെ ചിത്രീകരിച്ച് ഈ പറയുന്ന മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ വെള്ളം കുടിക്കാൻ അവസ്ഥയില്ലാത്ത സ്ഥിതിയിലേക്ക് കൊണ്ടുപോവുക. കൊറോണ നമ്മൾ എത്രമാത്രം പ്രയാസപ്പെട്ടു. ഞാൻ ഈ വിഷയം ആദ്യമായി ഗവൺമെൻറ്റിൽ ഉന്നയിക്കുന്ന അന്നാണ്. വാക്സിൻ കണ്ടെത്തിയിട്ട് 14 ലക്ഷം വാക്സിൻ വന്നു. കേരളത്തിലെ അന്നത്തെ ആരോഗ്യമന്ത്രി MLA-മാരുടെ യോഗം വിളിച്ചപ്പോൾ ഞാൻ സാധാരണഗതിയിൽ ഒരു ചോദ്യം ചോദിച്ചു, നമുക്ക് എത്ര വാക്സിനാണ് കിട്ടിയത്? 1 ലക്ഷം. ഞാൻ ടീച്ചറോട് ചോദിച്ചു, ടീച്ചറെ 1 ലക്ഷം കിട്ടിയിട്ട് എന്താക്കാൻ? 52 ലക്ഷം ജനങ്ങളെ. അതല്ല, അത് കേന്ദ്രമല്ലേ തരുന്നത്, ജില്ലാടിസ്ഥാനത്തിലാണ്. പിന്നെ ചോദിച്ചാൽ 8.5 ലക്ഷമുള്ള വയനാട്ടിനും 1 ലക്ഷം, മലപ്പുറത്തിനും 1 ലക്ഷം. ഇത് എവിടെത്തും ടീച്ചറെന്ന് ചോദിച്ചു. നമ്മൾ എന്ത് ചെയ്യാനാ? എത്ര ആളുകൾ വിദേശത്ത് പോകാൻ കഴിയാതെ വിസ ക്യാൻസലായി. ഇന്ത്യയിൽ അവസാനം വാക്സിൻ എടുത്ത് തീർന്ന ജില്ലയുടെ പേര് മലപ്പുറം. നിങ്ങൾക്കറിയോ? വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് റെക്കമെൻഡേഷന് രാവിലെ വീട്ടിൽ വാതിൽ തുറന്ന അന്ന് ഞാൻ MLA. ഒരു 25 പ്രവാസികളുണ്ടാവും. നിലമ്പൂരിൽ ഓഫീസെത്തിയാൽ 100 ആളുണ്ടാവും. എന്താണ്? അവർ വിസയായിട്ട് വന്ന് നിൽക്കുകയാണ്. ഇതാ എക്സിറ്റ് കഴിയാനായി, അൻവർക്ക എവിടേക്കൊന്ന് വിളിക്കുക, എവിടെയെങ്കിലും ഒരു സൂചി അടിപ്പിച്ചു തരി, ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി പോട്ടെ. എന്തെല്ലാം ദുരന്തങ്ങൾ, എന്തെല്ലാം ദുരിതങ്ങൾ. 4 ജില്ലയിലെ ജനം നമ്മുടെ ജില്ലയിൽ ജീവിക്കുകയാണ്. കാസർഗോഡും വയനാടും ഈ പറയുന്ന പത്തനംതിട്ടയും ഇടുക്കിയും കൂടി എടുത്താൽ 46 ലക്ഷം ജനമുള്ളൂ. അവിടെ 4 കലക്ടർമാർ, ഇഷ്ടംപോലെ കോളേജ്, ഇഷ്ടംപോലെ സ്കൂള്, ഇഷ്ടംപോലെ ആശുപത്രികൾ. ഇവിടെ ഈ പ്രവാസ ലോകം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് ഈ വെള്ളക്കുപ്പായും ഈ നല്ല എന്താ പറയുക ഡ്രസ്സും ഈ സൗകര്യങ്ങളും ഈ കണ്ടു കാണപ്പെട്ട ഈ നാട്ടിലെ സ്കൂളും കോളേജും പ്രവാസികളും ഇവിടുത്തെ മലബാറുകാരും അത്യധ്വാനം ചെയ്ത ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടി ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മളെ സ്ഥിതി എന്താ? കൈക്കൂട്ടത്തമ്പം ഉണ്ടാവും നമ്മളെ സകല ആൾക്കാരും. UP-യിലേക്ക് ഉൾഗ്രാമങ്ങൾ കണ്ടിട്ടില്ലേ? ആ അവസ്ഥയിൽ നമ്മളാകുമായിരുന്നു. അവിടുന്ന് നമ്മൾ രക്ഷപ്പെട്ടത് ഈ പ്രവാസം കൊണ്ട് മാത്രമാണ്. പലർക്കും ഇത് കണ്ടാ തോന്നാത്തത് എന്താ? ഇത്ര വലിയ വിവേചനം നടക്കുന്നുണ്ടെന്ന്. ഈ സംവിധാനങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. അത് ജനങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. പക്ഷേ സർക്കാരിന് 45% നികുതി ഈ ജില്ലകളിൽ നിന്ന് പോകുമ്പോൾ അതിനനുകൂലമായിട്ടുള്ള, ഞാൻ പറഞ്ഞില്ലേ 100% നീതിയൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഒരു 75%. നിങ്ങൾ 15 കുട്ടികൾ അവിടെ 20 കുട്ടികൾ ഒരു ക്ലാസ് പഠിക്കുമ്പോൾ ഞങ്ങളൊരു 30 കുട്ടികൾ അല്ലെങ്കിൽ 40 കുട്ടികൾ ഞങ്ങൾ ഇരുന്നോളാം. ഈ 65-75 ഞങ്ങളെന്ന് ഇറക്കിത്തരണം.
ആശുപത്രിയിൽ കട്ടിലില്ലെങ്കിലും അവിടെ പായ വിരിച്ച് കിടന്നോളാം. ഈ സ്ട്രെച്ചറിലും മുറ്റത്ത് പന്തൽ കെട്ടിയിട്ടും ഞങ്ങളെ പോയി കിടക്കണം നിങ്ങൾ പറയരുത്. ഇത്രേ പറയുന്നുള്ളൂ. നമ്മൾ ഡാറ്റകൾ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഒരാളും അവർക്ക് ഇഷ്ടപ്പെട്ടത് സംസാരിക്കാനല്ല വന്നത്. ഡാറ്റകളാണ്, സർക്കാരിൻ്റെ ഡാറ്റകൾ. ഈ ഡാറ്റകളാണ് സംസാരിക്കുന്നത്. അതൊരു ശബ്ദമായി മൈക്കിലൂടെ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെങ്ങനെ പ്രതിരോധിക്കും? ഇതല്ലാതെന്ന് ഈ ഗവൺമെന്റ് എന്ന് പറയട്ടെ. ആ കണക്ക് തെറ്റാണ് എന്ന് ഇവിടുത്തെ മറ്റു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെന്ന് പറയട്ടെ. പറയാൻ കഴിയില്ലല്ലോ. സർക്കാരിൻ്റെ സൈറ്റുകളിലുള്ള കൃത്യമായ കണക്കാണ് നമ്മൾ ബോധ്യപ്പെടുത്തുന്നത്. അപ്പം ഇനി ഇത് പറയാൻ പറ്റില്ലേ? ജനങ്ങൾ താഴേക്ക് ഇറങ്ങണം, ജനങ്ങൾ ഇതിലേക്ക് ഇറങ്ങി വരണം. ഈ ജില്ല വിഭജിക്കേണ്ട, മലബാറിന് വികസനം വേണ്ട, നിങ്ങൾ അതിന് പോകരുത് എന്ന് ഈ മലബാറിലെ ജനങ്ങളോട് ആരെങ്കിലും ഉപദേശിക്കുന്നുണ്ടെങ്കിൽ, അത് രാഷ്ട്രീയ പാർട്ടിയായാലും ശരി, സാമുദായിക പാർട്ടിയായാലും ശരി, ജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. അവർക്കതിൽ വേറെ താല്പര്യമാണ്, അവർക്കതിൽ വേറെ രാഷ്ട്രീയമുണ്ട്, അവർക്കതിൽ വേറെ കച്ചവടമുണ്ട്, അവർക്കതിൽ വേറെ ലാഭമുണ്ട്. പക്ഷേ നമ്മൾ സ്വയം കുഴി കുഴിക്കുകയാണ് എന്ന് മലബാറിലെയും കേരളത്തിലെയും പൊതുസമൂഹം തിരിച്ചറിയണം. ഇതേ വിഷയം തിരുവനന്തപുരം ജില്ലയിലുണ്ട്, എറണാകുളം ജില്ലയിലുണ്ട്. അപ്പം എന്താ, അവിടെ വിഭജിച്ചാൽ ഇവിടെയും വിഭജിക്കണമല്ലോ. അപ്പം അവിടെ വിഭജിക്കുന്നില്ല. ഇവിടെ വിഭജിക്കൂല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് അവിടെ വിഭജിക്കൂല. അവിടെ എന്താ ചെയ്യുക? കുറേ സ്കൂൾ പുതിയ കൊടുക്കും, ആശുപത്രിയിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കും. അവിടെ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ പരിഹരിക്കാൻ മറ്റു മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് അവിടുത്തെ പ്രയാസങ്ങൾ പരിഹരിച്ചു കൊടുക്കുക. ജില്ല എന്നാലും വിഭജിക്കൂല. വിഭജിച്ചാൽ എന്താ ഇവിടെയും വേണം? ഇതൊന്നും ആർക്കും മനസ്സിലാകാത്ത കേസല്ല. നമ്മൾ ഓരോ ഡാറ്റകൾ എടുത്ത് പരിശോധിക്കുമ്പോഴും നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതാണ്. അതുകൊണ്ട് ജില്ലകൾ വിഭജിച്ചേ തീരൂ. ഇവിടെ ആര് ഭരിച്ചാലും, ഏത് മുന്നണി ഉണ്ടെങ്കിലും അവരെ അതിന് നിർബന്ധിതരാക്കുന്ന ഒരു സാമൂഹിക പശ്ചാത്തലം രാഷ്ട്രീയ ചുറ്റുപാടല്ല. ഇതൊരു സാമൂഹിക പ്രശ്നമാണ്. അതൊരു സാമൂഹിക പ്രശ്നമായി ഉയർത്തി ജനങ്ങളോട് സംവദിക്കാൻ തന്നെയാണ് തീരുമാനം. ഈ മലബാറിലെ മുഴുവൻ ജില്ലകളിലും ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മൾ നടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ നിയോജക മണ്ഡലത്തിലും, എല്ലാ പഞ്ചായത്തുകളിലും കൊട്ടിഘോഷിച്ച് പ്രസംഗിച്ച് നടക്കുകയല്ല, നമ്മളതിനൊരു സംവിധാനം ഉണ്ടാക്കുന്നുണ്ട്. ഗ്രാമങ്ങളിലൂടെ മനുഷ്യരുടെ ഇടയിൽ ഇറങ്ങിത്തിരിച്ച് അവർക്ക് ആവശ്യമായ ഡാറ്റകൾ കൊടുത്ത്, പത്രങ്ങൾ കൊടുത്ത് അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് ഇവിടെ ഒരു പ്രതിരോധം തീർക്കുന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക സമവാക്യം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു വലിയ പരിശ്രമത്തിൻ്റെ തുടക്കമാണ് ഈ വണ്ടൂരിൽ നടക്കുന്ന ഈ ഒരു സെമിനാർ. ഇത് ആളുകളുടെ എണ്ണം കൊണ്ടല്ല ഇതിൻ്റെ വലിപ്പം. ഈ വേദിയിലിരിക്കുന്ന ഇവിടുത്തെ നേതൃത്വത്തിൻ്റെ മനസ്സാണ്, മലബാറിൻ്റെ മനസ്സ് എന്ന് വരും നാളുകളിൽ ഇവിടുത്തെ ഭരണാധികാരികളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധ്യമാകുന്ന വിധം നിങ്ങൾ ഓരോരുത്തരും അതിനുവേണ്ടി ശക്തമായി എല്ലാം മാറ്റിവെച്ചുകൊണ്ട്, ഇതുവരെ ജീവിച്ച പോലെയല്ല, ഇനിയുള്ള തലമുറക്കെങ്കിലും നീതി ലഭ്യമാകാനുള്ള പോരാട്ടത്തിൽ നിങ്ങളെല്ലാവരും ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഈ ഒരു ചടങ്ങിലേക്ക് മനസ്സറിഞ്ഞ് എല്ലാ ചുറ്റുപാടുകളും മാറ്റിവെച്ച് ഇവിടെ എത്തിയ മുഴുവൻ നേതാക്കളെയും, ഈ നാടിന് വേണ്ടി, മലബാറിന് വേണ്ടി, ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇവിടെ എത്തിയ മുഴുവൻ ആളുകളെയും സ്നേഹപൂർവ്വം, ബഹുമാനപൂർവ്വം, ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ഒരിക്കൽ കൂടി വ്യക്തിപരമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.